ിലേക്ക് പോയ ശേഷം തിരികെത്താം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് നിയമസഭയിൽ പാടി PC വിശ്വനാഥ്. വയലാർ എഴുതുമോ ഇതുപോലെ എന്നായിരുന്നു വിഷ്ണുനാഥിന്റെ പരിഹാസം. ആനുകൂല്യങ്ങൾ കിട്ടാത്ത വിഷമത്തിൽ പാട്ടുപാടിയ ജീവനക്കാർ സ്റ്റേജിന് പിന്നിൽ പൊട്ടിക്കരയുകയായിരുന്നുവെന്നും വിഷ്ണുനാഥ് പരിഹസിച്ചു. ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ചെയ്യും സാർ? ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടിയ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ. സാറ് പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പുനർനിയമനം കിട്ടി സാർ. ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ? ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ചെയ്യും സാർ? ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടിയ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ. PC വിഷ്ണുനാഥിന്റെ പരിഹാസം മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ടിൽ. വീണ്ടും സഭയിലേക്ക് തന്നെ ബ്രൂവറി വിഷയത്തിൽ അഴിമതി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. രമേശ് ചെന്നിത്തല ചട്ടപ്രകാരം കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, എന്തെല്ലാം കൃത്യമായിട്ടാണ് ഈ അഴിമതി ആരോപണം എന്ന് പറയുമ്പോൾ കമ്പനിക്കെതിരെ പഞ്ചാബിൽ നടക്കുന്ന സമരമടക്കമുള്ള കാര്യങ്ങൾ, ഡൽഹിയിലുണ്ടായ വിഷയങ്ങൾ, ഇതിനപ്പുറത്തേക്ക് ഇത് ഏത് തരത്തിൽ ഈ ടെൻഡർ കൊടുത്തതടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ന്യായീകരണം, വിശദീകരണം ഒക്കെ മന്ത്രിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഏത് പോയിന്റിലാണ് ഈ അഴിമതി നടന്നു എന്ന് പ്രതിപക്ഷം ഫോക്കസ് ചെയ്യുന്നത്, ആരോപിക്കുന്നത്? കഞ്ചിക്കോട് മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയതിൽ വലിയ അഴിമതി എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത്. അഴിമതിയുടെ നടത്തിപ്പിനും പൂർത്തീകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. അഴിമതിയുടെ കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തിന് മുഖ്യമന്ത്രി അഭിനന്ദിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പരിഹസിക്കുന്നു. മന്ത്രിസഭയും ഇടതുമുന്നണിയും അറിയാതെയാണ് പണ്ട് 2018 ബ്രൂവറി കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ശ്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ ജീനിൽ തന്നെ അഴിമതി അലിഞ്ഞു ചേർന്നിരിക്കുന്നുവെന്ന ഗുരുതരമായ വിമർശനമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. കേരളത്തിൽ മദ്യനിർമ്മാണ കമ്പനി വേണ്ടെന്ന് തീരുമാനിച്ചത് നായനാർ സർക്കാരാണ്. 2018 ഡിസ്റ്റിലറിയും ബ്രൂവറിയും കൊണ്ടുവരാൻ വീണ്ടും പിണറായി സർക്കാർ ശ്രമിച്ചു. അന്ന് ഞങ്ങൾ എതിർത്തു, നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വന്നു. ക്യാബിനറ്റ് എടുത്ത ഇപ്പോൾ തീരുമാനം ആർക്കു വേണ്ടിയാണെന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുന്നു. പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിക്കെതിരെ സമരം നടത്തിയ ഇടതുപക്ഷം ഇതിന് മറുപടി പറയണം. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലുമില്ലാതെ പുതുശ്ശേരിയിലും പ്ലാച്ചിമടയിലും എലപ്പുള്ളിയിലും ജനം കഷ്ടപ്പെടുമ്പോൾ പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടിവരുന്ന പദ്ധതി ആരംഭിക്കാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വന്നു? ഇതിന് പിന്നിൽ വൻ അഴിമതിയാണെന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. മദ്യക്കമ്പനി തുടങ്ങണമെന്ന പിണറായി സർക്കാർ എന്താണ് ഇത്ര നിർബന്ധം? ഈ മന്ത്രിസഭാ തീരുമാനം ആർക്കു വേണ്ടിയാണ്? മദ്യക്കമ്പനിക്ക് അനുമതി നൽകുന്ന സ്വജനപക്ഷപാതവും അഴിമതിയുമാണെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. ഗുരുതരമായ ആരോപണമാണ് സർക്കാരിനെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും എക്സൈസ് മന്ത്രിക്കുമെതിരെ രമേശ് ചെന്നിത്തല സഭയിൽ ഉന്നയിക്കുന്നത്. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിനെ ഒരു മദ്യക്കമ്പനി തുടങ്ങുന്നതിന് ഒരു ധാർമ്മിക സാമൂഹിക വിമർശനത്തിന് അപ്പുറത്തേക്ക് ജനങ്ങളുടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന, കുടിവെള്ളത്തിന് ഉരുട്ട് സാഹചര്യത്തിനായി നെട്ടോട്ടമോടുന്ന പാലക്കാട്ടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഈ ആരോപണം ഇപ്പോൾ സഭയിൽ ഉന്നയിക്കുന്നത്. 2 ദിവസവും മറുപടി നൽകേണ്ട വകുപ്പ് മന്ത്രി നിയമസഭയിലില്ല. അദ്ദേഹം പാലക്കാട് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. സ്വാഭാവികമായിട്ടും ബ്രൂവറി അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കും. ഇത് ഒരു വലിയ തരത്തിൽ വിഷയമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. അത് സർക്കാരിന് വ്യക്തമാണ്, CPM-ന് വ്യക്തമാണ്. അപ്പോഴും മന്ത്രി സഭയിലില്ല. ആ വിഷയവും ഒളിച്ചോടുകയാണ് എന്ന തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നു പ്രതിപക്ഷം. തീർച്ചയായിട്ടും സ്വാഭാവികമായി അത് തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ വാദം. കാരണം ഈ ആരോപണം വന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് മന്ത്രി MP രാജേഷ്, എക്സൈസ് മന്ത്രി ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലാണ് ഇത്തരം ഒരു പ്ലാന്റ് വരാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് UDF-ൽ തന്നെ തർക്കമാണ്, പ്രതിപക്ഷ തർക്കമാണ്. രമേശ് ചെന്നിത്തലയും VD സതീശൻ തമ്മിൽ ആരാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്നതിനെ ചൊല്ലിയുള്ള മത്സരമാണ് നടക്കുന്നത്. അതിന് മറുപടി പറയാൻ താനില്ല. സഭയിൽ വരട്ടെ, സഭയിൽ കൊണ്ടുവരട്ടെ, അവിടെ കാണാം, അവിടെ മറുപടി പറയാം. ഇതായിരുന്നു MP രാജേഷിന്റെ വെല്ലുവിളി. പക്ഷേ സഭയിൽ ഇന്ന് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുമ്പോൾ മറുപടി പറയാൻ മന്ത്രി ഇവിടെയില്ല. അദ്ദേഹം
പാലക്കാട് ചിറ്റൂരിൽ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. നാളെയും അദ്ദേഹം ഉണ്ടാകില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം. 3 ദിവസവും അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടി വരുന്നത് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നാളെ ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. അവിടെ ഈ ബ്രൂവറി ആരോപണത്തിനും അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചുള്ള നീക്കമാണ് നടത്തുന്നത്. സർക്കാരിനെതിരെ തുറന്ന ഒരു പോരാട്ടം ഈ വിഷയത്തിൽ പ്രതിപക്ഷം തയ്യാറെടുത്തു കഴിഞ്ഞു. സഭയ്ക്ക് പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിന്റെ അതിശക്തമായ സമരമുണ്ടായിരുന്നു. പാലക്കാട് എലപ്പുള്ളിയിലും പാലക്കാട് ജില്ലയിലും പ്രതിപക്ഷത്തിന്റെ വിവിധ സംഘടനകൾ സമരം ചെയ്യുന്നു. ഇന്ന് നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് VD സതീഷ് നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള UDF-ന്റെ കോൺഗ്രസ് നേതാക്കൾ ഈ നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണും. ഈ വിഷയത്തിൽ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി ഇവിടെ അവർ പറയുകയും ചെയ്യും. ഇപ്പോൾ രമേശ് ചെന്നിത്തല നന്ദിപ്രമേയ ചർച്ചയിൽ തന്റെ അവസരം മുഴുവൻ ഈ ബ്രൂവറി ആരോപണം ഉന്നയിക്കാൻ 11 മിനിറ്റാണ് അദ്ദേഹത്തിന് പ്രസംഗിക്കാനുണ്ടായിരുന്നത്. ആ സമയം